വീണ്ടും വാർത്തയിലേക്ക്. സൗത്ത് കൊൽക്കത്തയിലെ ലോ കോളേജിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായ വിദ്യാർത്ഥി പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത്. തന്നെയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന് പ്രധാന പ്രതിയും തൃണമൂൽ കോൺഗ്രസ് യുവ നേതാവുമായ മനോജിത് മിശ്ര ഭീഷണിപ്പെടുത്തിയതായി എഫ്ഐആറിൽ പറയുന്നു. നിയമ വിദ്യാർത്ഥിയായ താൻ ഇന്നൊരു ഇരയാണ്, തനിക്ക് നീതി കിട്ടണം എന്ന ഉറച്ച നിലപാടാണ് പെൺകുട്ടി പോലീസിനെ അറിയിച്ചത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കൊൽക്കത്തയിലെ സൗത്ത് ലോ കോളേജിൽ നിന്ന് പുറത്തുവരുന്നത്. അതിക്രൂര പീഡനമാണ് നിയമ വിദ്യാർത്ഥി നേരിട്ടതെന്ന് പോലീസ് എഫ്ഐആറിലും മെഡിക്കൽ റിപ്പോർട്ടിലും വ്യക്തം. യുവതിയുടെ ശരീരമാസകലം മുറിവുകളാണ്. അതിക്രമത്തിനിടെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചെന്നും പീഡനത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുമെന്നും കുടുംബത്തെ ഇല്ലാതാക്കുമെന്നും പ്രതികൾ ഭീഷണിപ്പെടുത്തി. വെറുതെ വിടാൻ കാലുപിടിച്ച് അപേക്ഷിച്ചെങ്കിലും ചെവിക്കൊണ്ടില്ല. കടുത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടപ്പോൾ വിദ്യാർത്ഥിയുടെ തന്നെ ബാഗിൽ നിന്ന് ഇൻഹേലർ എടുത്തു നൽകി. ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സഹായിച്ചില്ലെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നു. നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും യുവതി അറിയിച്ചു. യുവതിയുടെയും മാതാപിതാക്കളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുന്നതിനിടെ കേസിൽ 4ാമതൊരു അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തി. ലോ കോളേജിലെ സെക്യൂരിറ്റി ഗാർഡിനെയാണ് അറസ്റ്റ് ചെയ്തത്. തൃണമൂൽ കോൺഗ്രസ് യുവ നേതാവ് മനോജിത് മിശ്ര, സൈബ് അഹമ്മദ്, പ്രമിത് മുഖോപാധ്യായ എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടെയാണ് പുതിയ അറസ്റ്റ്. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. എന്നാൽ കേസ് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ചതെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. കേസ് തൃണമൂൽ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് BJP. മമതാ ബാനർജി സർക്കാരിന് കീഴിൽ ബംഗാളിന്റെ ക്രമസമാധാന നില തകർന്നെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കുറ്റപ്പെടുത്തി. देखिए, वेस्ट बंगाल में पूरी कानून की व्यवस्था बिगड़ी हुई है और जो तुष्टीकरण की राजनीति है उसके कारण और बिगड़ते जा रही है. उसी का ही ये परिणाम आपको देखने को मिला. സ്ത്രീകൾക്കെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന് ഉത്തരവാദിത്വമുണ്ടെന്ന് ആർജിക്കർ കൂട്ടബലാത്സംഗത്തിൽ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ അച്ഛൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.